നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ വരെ പിണറായി സർക്കാർ മൂടിവെച്ച കൂട്ടത്തിലെ ഒരു മന്ത്രിയുടെ ലീലാവിലാസങ്ങൾ ഇന്നിപ്പോൾ അങ്ങാടിപ്പാട്ടായി മാറിയിരിക്കുന്നു. വെടിക്കെട്ട് ഗണേശൻ മന്ത്രിയുടെ തനി നിറം വീണ്ടും പുറത്ത്. പണ്ട് ഭാര്യ യാമിനി തങ്കച്ചി എന്തിനായിരുന്നോ ഗണേശനെ എടുത്തിട്ട് ചളുക്കിയത് ചരിത്രം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. കൊട്ടാരക്കരയിലെ കീഴൂട്ടെ കുടുംബ വീട്ടിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ ലീലാവിലാസങ്ങളാണ് ഭാര്യ കയ്യോടെ തൂക്കിയത്. അതായത് ആ വീട്ടിലേക്ക് ഭാര്യ കയറി ചെല്ലുന്നു. അപ്പോൾ ഗണേശനെ മറ്റൊരു സ്ത്രീയുമായിട്ട് അവരുടെ ബെഡ്റൂമിൽ വെച്ച് ഭാര്യ കാണുകയാണ്. ഉടൻ തന്നെ അവർ ബഹളം വെക്കുകയും തന്റെ ഫോൺ എടുത്ത് അതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പകർത്തുകയും ചെയ്തു. ഭാര്യ ബിന്ദു മേനോൻ ചിത്രങ്ങൾ പകർത്തിയതോടെ കലിയിളകിയ ഗണേശൻ മന്ത്രി തന്റെ സഹായികളെ ഉപയോഗിച്ച് ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പോലീസിനെ ബന്ധപ്പെട്ടിട്ടും തനിക്ക് നീതി ലഭിച്ചില്ല എന്ന് ഗണേഷിന്റെ ഭാര്യ ബിന്ദു മേനോൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഫോട്ടോകൾ എടുത്ത തന്നെ ഗണേഷിന്റെ സന്തത സഹചാരികൾ തടഞ്ഞു വെച്ച് മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നുവെന്നും ബിന്ദു ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ അത്ര നിസ്സാര വിഷയമൊന്നുമല്ല. ഭാര്യയെ തന്റെ ശിങ്കിടികളെ ഉപയോഗിച്ച് മർദ്ദിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത്. വാളകത്തെ കുടുംബ വീട്ടിൽ മുന്നറിയിപ്പില്ലാതെ എത്തിയ ഭാര്യ ഗണേഷിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിലാണ് കണ്ടത്. മുൻ DGP ആർ ശ്രീലേഖയുടെ ഭർത്താവിന്റെ സഹോദരിയായ ഭാര്യ ഉടനെ തന്നെ ശ്രീലേഖയുമായി ബന്ധപ്പെട്ടിരുന്നു. നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രീലേഖയോട് അവർ പറയുകയും സുരക്ഷയ്ക്കായി സർക്കാർ ഏർപ്പെടുത്തിയ 112 ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സഹായം തേടാനാണ് ശ്രീലേഖ ഉപദേശിച്ചത്. ഇതുപ്രകാരം തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൈകാര്യം ചെയ്യുന്ന 112 നമ്പറിൽ ബന്ധപ്പെട്ട ഭാര്യ ബിന്ദു താൻ ആരാണെന്നും കാര്യത്തിന്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ചും പോലീസിനെ അപ്പോൾ തന്നെ അറിയിക്കുകയും ചെയ്തു. താമസിയാതെ സ്ഥലത്തെത്തിയ പോലീസ് സംഭവത്തിൽ ഇടപെടാതെ മാറി നിന്നു എന്നാണ് ഗണേഷിന്റെ ഭാര്യ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഗണേശൻ തന്റെ ശിങ്കിടികളെ ഉപയോഗിച്ച് ഭാര്യയെ മർദ്ദിച്ചിട്ടും ഫോൺ കൈക്കലാക്കാൻ ശ്രമിച്ചിട്ടും ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടിയ ബിന്ദു അവിടെ നിന്നും പോകാൻ തയ്യാറായില്ല. വീണ്ടും തിരിച്ച് വീടിനുള്ളിലേക്ക് കയറുകയും ഫോട്ടോകൾ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് കലിയിളകിയ ഗണേശൻ ഭാര്യയിൽ നിന്ന് എങ്ങനെയെങ്കിലും മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ സഹായികളായ പ്രദീപിനോടും ശാന്തനോടും നിർദ്ദേശം നൽകി എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് വാതിൽ കുറ്റിയിട്ട് സഹായികൾ ഇവരിൽ നിന്ന് മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ വിട്ടുകൊടുത്തില്ല. ഇതിനിടയിലായിരുന്നു പോലീസിന്റെ സഹായത്തിനായി ഉച്ചത്തിൽ ഇവർ കരഞ്ഞ് നിലവിളിച്ചത്. പിടിവലികൾക്കിടയിൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ഭാര്യ പുറത്ത് പോലീസ് സംഘത്തെ കാണാതിരുന്നതിനാൽ താൻ വന്ന ടാക്സി കാറിൽ തിരിച്ചു പോവുകയായിരുന്നു. ഈ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ഇതിന്റെ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നതേയില്ല. അതായത് അത് ഒതുക്കി വെക്കാനായിരുന്നു ശ്രമം നടന്നത്. പക്ഷേ ഇന്നിപ്പോൾ ചില മാധ്യമങ്ങൾ ഗണേഷിന്റെ ഭാര്യയെ ബന്ധപ്പെട്ടപ്പോൾ ആ വാർത്ത അവർ നിഷേധിക്കാനോ സ്ഥിരീകരിക്കാനോ അവർ തയ്യാറായില്ല. അതായത് അത് പൂർണ്ണമായും തള്ളിക്കളയാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇതുകൂടാതെ ആർ ശ്രീലേഖയും മാധ്യമങ്ങളോട് ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ശനിയാഴ്ച ബിന്ദു എന്നെ വിളിച്ചുവെന്ന് ശ്രീലേഖ സമ്മതിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ മുഴുവൻ അവർ എന്നോട് പറഞ്ഞുവെന്നും ഞാൻ നിർദ്ദേശിച്ചത് പ്രകാരമാണ് അവർ 112 എന്ന നമ്പറിൽ വിളിച്ചതെന്നും ആർ ശ്രീലേഖ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഗണേശന് ഉണ്ടാക്കിയിരിക്കുന്നത്. കൗൺസിലർ എന്ന നിലയ്ക്കോ BJP നേതാവ് എന്ന നിലയ്ക്കോ അല്ല, ഭർത്താവിന്റെ സഹോദരി എന്ന നിലയ്ക്കാണ് താൻ ഗണേഷിന്റെ ഭാര്യയോട് സംസാരിച്ചതെന്നും നിർദ്ദേശങ്ങൾ നൽകിയതെന്നും ശ്രീലേഖ പറഞ്ഞു. കാരണം ഇത് രാഷ്ട്രീയമായി വൽക്കരിച്ച് ഗണേഷിനെ ഊരിയെടുക്കാനുള്ള ഒരു നീക്കം നടന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് ശ്രീലേഖ ഈ ഒരു കാര്യവും കൂടി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ ഇടപെടലായി മാത്രം പോകരുതെന്നും ഒരു സ്ത്രീക്ക് നേരിട്ട ദുരനുഭവമാണെന്ന് കൂടി ശ്രീലേഖ പറഞ്ഞു വെക്കുന്നുണ്ട്. മുൻ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി ഗണേഷ് കുമാറിന്റെ അവിഹിതം മൂലമാണ് പിരിഞ്ഞുപോയത്. അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. ഒരു വ്യത്യാസം മാത്രമേ ഈ സംഭവത്തിലുള്ളൂ. ബിന്ദു ഗണേശനിട്ട് പൊട്ടിച്ചില്ല. പക്ഷെ പണ്ട് യാമിനി എടുത്തിട്ട് പൊതിച്ചിരുന്നു ഗണേശനെ. അന്ന് കണ്ണും മൂക്കും ചുണ്ടും മുറിഞ്ഞ് വീങ്ങിപ്പഴുത്തിരുന്ന ഗണേശന്റെ ചിത്രങ്ങൾ ഇന്നും വൈറലാണ്. ഒന്ന് അടിച്ചു നോക്കിയാൽ, അതായത് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ആ ഫോട്ടോകൾ കിട്ടും. ബിന്ദുവിനെ തന്റെ സഹായികളെ ഉപയോഗിച്ച് ആക്രമിച്ചു ഗണേഷ്. ഒന്ന് ഓർത്തു നോക്കണം, ഇയാൾ ഒരു മന്ത്രിയാണ്. മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ, അതായത് സ്ത്രീ സംരക്ഷണം പറയുന്ന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സർക്കാരിന്റെ മന്ത്രിയാണ്. എന്നിട്ടാണ് സ്വന്തം ഭാര്യയെ ആക്രമിക്കാൻ ശിങ്കിടികളെ ഉപയോഗിച്ചത്. ഗണേശന്റെ തനി നിറം എന്തായാലും പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് മാധ്യമങ്ങളിലെല്ലാം തന്നെ നിറയുന്നത്.
ഇതിന്റെ സകല വിവരങ്ങളും പുറത്തു വന്നതോടെ ഗണേശനിട്ട് ആദ്യ അടി കൊടുത്ത് രംഗത്തേക്ക് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. കാരണം രാഹുലിന്റെ വിവാദങ്ങൾ പുറത്തു വന്നപ്പോൾ പൊതുവേദിയിൽ രാഹുലിനെ കീറിപ്പൊളിച്ച് ഡയലോഗ് അടിച്ചിരുന്നു ഗണേശൻ മന്ത്രി. അന്ന് രാഹുലിനെ കളിയാക്കി ഗണേശൻ നടത്തിയ പ്രസ്താവന നമുക്കൊന്ന് കേട്ടു നോക്കാം. നല്ല രസമാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. ആ ബെസ്റ്റ് ആളാണ് ഉപദേശിക്കാൻ ചെല്ലുന്നത്. മന്ത്രി ഉപദേശിക്കലും മറ്റേ പണിയും കൂടി ഒരുമിച്ച് വേണ്ടെന്ന് ഗണേശന്റെ കരണം പൊട്ടുന്ന അടി കൊടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തന്നെ കളിയാക്കുന്ന ഗണേശന്റെ അന്നത്തെ വീഡിയോ പങ്കുവെച്ച് അധപതനം എന്ന ഒരൊറ്റ വരി കുറിച്ച് വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് രാഹുൽ. അതിന്റെ താഴെ ഗണേശൻ മന്ത്രിയെ ടാഗ് ചെയ്ത് പുളിച്ച തെറിവിളിയും നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി. ഗണേശൻ മന്ത്രി സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കണമെന്നാണ് രാഹുൽ പക്ഷക്കാർ ഇപ്പോൾ വലിയ വെടി പൊട്ടിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ആക്രമിച്ചപ്പോൾ പരാതി കൊടുത്തിട്ടും അവിടെ എത്തി തിരികെ പോന്ന വിജയന്റെ പോലീസ് അതിലേറെ കേമമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കാനൊക്കെ ഉറക്കം വളച്ച് പോലീസ് പണിയെടുക്കത്തുള്ളൂ. കൂട്ടത്തിലുള്ള CPMകാർ, അതായത് ഭരണപക്ഷത്തുള്ളവർ എന്ത് തോന്നിവാസം കാണിച്ചാലും പോലീസ് പഞ്ചപുച്ഛമടക്കി നട്ടല് വളച്ചു നിൽക്കും. എവിടെ പോയി ഇടതിന്റെ സ്ത്രീകക്ഷമെന്ന് രാഹുൽ ഗ്രൂപ്പ് ഇളകി ഇറങ്ങിയിരിക്കുകയാണ്. സ്വന്തം കൂട്ടത്തിലുള്ളവന്മാർ ചെറ്റ പൊക്കാൻ പോയാൽ വാതിലിന് കാവൽ നിൽക്കുന്നവന്മാരാണ് മറ്റുള്ളവരെ നന്നാക്കാൻ ഡയലോഗ് അടിക്കുന്നത്. രാഹുലിനെ ഉപദേശിക്കാൻ ചെന്ന ഗണേശന്റെ തൊലിക്കട്ടി എന്തായാലും സമ്മതിക്കണം. 2 കാലിൽ മന്തുള്ളവൻ 1 കാലിൽ മന്തുള്ളവനെ പരിഹസിക്കുന്നത് പോലെ. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവെച്ച ആ പോസ്റ്റിന് താഴെ ഗണേശൻ മന്ത്രിയെ എടുത്തിട്ട് ചളുക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾ. അതായത് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഈ പോസ്റ്റിന് താഴെ വന്ന് ഗണേശനെ എടുത്തിട്ട് കുടയുന്നു. ആ കമന്റുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. എന്റെ ഭാര്യയെ അവിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇവനെ മകനായി അംഗീകരിക്കുന്നു എന്ന് ആരാ പറഞ്ഞത്? ബാലകൃഷ്ണപിള്ള. ആ മുതലാണ് ഈ കൂതറയെന്ന് ഗണേശനെ ചവിട്ടി വലിച്ചു കീറുകയാണ് കമന്റ് ബോക്സ്. ഈ ഉളുപ്പില്ലാത്ത മരവാഴയെ പറ്റി രാഹുൽ ഒരു പോസ്റ്റ് ഇടണമെന്ന് കാത്തിരിക്കുന്നതായിരുന്നു. എന്തായാലും അത് സംഭവിച്ചു. സ്വന്തം കാര്യം മാസങ്ങൾക്ക് മുന്നേ തന്നെ പുള്ളി എന്തായാലും മനസ്സിലാക്കി. എവിടെ നിന്നോ കിട്ടിയ ഒരു സ്ക്രീൻഷോട്ടിന്റെ പേരിൽ ഒരു MLAക്കെതിരെ വാർത്ത നൽകിയ മാധ്യമങ്ങളും കേസെടുത്ത പോലീസും ഇതൊന്നും കണ്ടതായി ഭാവിക്കുന്നേയില്ല. എന്തേ ഇതൊന്നും കാണാത്തത് എന്നുള്ള ചോദ്യമാണ് രാഹുൽ ഗ്രൂപ്പ് ഉയർത്തുന്നത്. സംസ്ഥാന മന്ത്രി KB ഗണേഷ് കുമാർ വാളകത്തെ കീഴൂട്ട് വീട്ടിൽ വ്യഭിചാരം നടത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഭാര്യ ആ അവിഹിതം കയ്യോടെ പൊക്കിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഭാര്യ സ്വന്തം മൊബൈലിൽ തെളിവുകൾ ശേഖരിച്ചത് അറിഞ്ഞില്ലേ? ഭാര്യയുടെ മൊബൈൽ മന്ത്രി കൈക്കലാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ അറിഞ്ഞതേയില്ലേ? ഭാര്യയെ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം പേഴ്സണൽ സ്റ്റാഫ് മർദ്ദിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഭാര്യ പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറിൽ പരാതി നൽകിയത് നിങ്ങൾ മുക്കിയില്ലേ? കീഴൂട്ട് വീട്ടിലെത്തിയ പോലീസിനെ മന്ത്രി ഭാര്യ അവിഹിതത്തിന്റെ തെളിവുകൾ നൽകിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? മന്ത്രി ഭാര്യയ്ക്ക് പരിക്കേറ്റിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? 112 നൽകിയ പരാതിയുടെ അവസ്ഥ എന്തായി എന്ന് ആരെങ്കിലും തിരക്കിയോ? ചുരുക്കത്തിൽ ഒരു മന്ത്രി സ്വന്തം വീട്ടിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഭാര്യ കയ്യോടെ പൊക്കിയിട്ട് പോലീസിൽ പരാതി നൽകിയിട്ട് ഭാര്യയെ കയ്യേറ്റം ചെയ്തിട്ട് ഈ നാട്ടിൽ ഒരു നടപടിയുമില്ലേ? ഇതെന്ത് നീതി? ഞാൻ വളച്ചുകെട്ടില്ലാതെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് തെറ്റെങ്കിൽ മന്ത്രി എനിക്കെതിരെ കേസെടുപ്പിക്കട്ടെ. വെല്ലുവിളിയായി കരുതിയാലും ഒരു ബുദ്ധിമുട്ടുമില്ല. ഗണേശനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഒരു കമന്റ് പങ്കുവച്ചിരിക്കുകയാണ് MJ യദുകൃഷ്ണൻ, അതായത് KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഗണേശൻ മന്ത്രി തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. കാരണം പൊതുമധ്യത്തിൽ വന്നു നിന്ന് രാഹുലിനെ പോലെ ഒരു പെർവേർട്ടിനെതിരെയൊക്കെ സംസാരിച്ച് ഞാൻ വലിയ മാതൃക കാണിച്ചു എന്ന് കാണിച്ച ആളാണല്ലോ. അപ്പോൾ സ്വന്തം കാര്യത്തിൽ കൂടി ആ ഒരു മാതൃക നിങ്ങൾ കാണിക്കണം. ഈ നാറിയെയൊക്കെ എന്നേ ജനം തള്ളിക്കളഞ്ഞതാണ്. ഉമ്മൻചാണ്ടി സാറിനെ വീഴ്ത്താൻ ഇവൻ എന്ന് നോക്കിയോ അന്ന് വെറുത്തതാണ് ജനം ഇവനെ. കർമ്മ അത് ഇവനെ കൊണ്ടേ പോകൂ എന്നാണ് മറ്റു ചിലർ കമന്റ് പങ്കുവയ്ക്കുന്നത്. എടോ ഗണേഷ് കുമാറെ, താങ്കളെ കുറിച്ച് സ്വന്തം പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പൊതുസമൂഹത്തിന്റെ സ്മരണയിലുണ്ട്. പോരാത്തതിന് മുൻ ഭാര്യ യാമിനി തങ്കച്ചി വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്ന വസ്തുതകൾ കൂടി ഒന്നുകൂടി കേട്ടു നോക്കുന്നത് നന്നായിരിക്കും. സ്വന്തം ജീവിതം ഇത്രത്തോളം വിവാദങ്ങളിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ വിമർശിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് വെറും അല്പത്തരമാണ്.
ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള സരിതയുടെ കത്തിൽ 4 പേജുകൾ അധികമായി കൂട്ടിച്ചേർത്തതിന് പിന്നിലെ തിരക്കഥ ആരുടേതാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ താങ്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വെറും രാഷ്ട്രീയ നാടകമാണെന്ന് എല്ലാവർക്കും തിരിച്ചറിവുണ്ട്. ഒരു നേതാവിന് ഉണ്ടാകേണ്ട ഗുണങ്ങൾ ആർക്കുണ്ട്, ആർക്കില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചുകൊള്ളും. എന്നാൽ സ്വന്തം വീട്ടിൽ ഭാര്യയുള്ളപ്പോൾ മറ്റൊരു സ്ത്രീയെ കൂടെ താമസിപ്പിച്ചു എന്നതടക്കമുള്ള മലിനമായ ആരോപണങ്ങൾ നേരിട്ട താങ്കൾക്ക് രാഹുലിനെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യക്തിത്വത്തെ അളക്കാൻ താങ്കളുടെ അളവുകോൽ പോരാ. ഈ അനാവശ്യമായ വെപ്രാളം മാറ്റാൻ താങ്കൾ സ്വന്തം ചെയ്തികളെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. വിരൽ ചൂണ്ടുന്നതിന് മുൻപ് സ്വന്തം കൈകൾ ശുദ്ധമാണോ എന്ന് ഉറപ്പുവരുത്തുക എന്ന് കരണം പൊട്ടുന്ന മറുപടി ഗണേശന് കിട്ടുന്നു. എന്തായാലും ഞാൻ കാത്തിരിക്കുകയാണ് ഇടതുപക്ഷത്തെ വനിതാ നേതാക്കൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമോ എന്നറിയാൻ. കാരണം സ്ത്രീപക്ഷക്കാരാണ് ഞങ്ങളെന്ന് നാഴേക്ക് 40 വട്ടം പറയുന്നത് ഇടതുപക്ഷത്തെ സ്ത്രീകളാണല്ലോ. സ്വന്തം കൂട്ടത്തിലുള്ള ഒരു മന്ത്രി അയാൾ കുടുംബ വീട്ടിൽ അവിഹിതങ്ങൾ നടത്തുക, അതുപോട്ടെ അവരുടെ സ്വകാര്യതയാണ് എന്ന് പറയാം. പക്ഷേ സ്വന്തം ഭാര്യയെ തന്റെ പേഴ്സണൽ സ്റ്റാഫുകളെ ഉപയോഗിച്ച് മർദ്ദിക്കുക, ഫോൺ പിടിച്ചെടുക്കാൻ ശ്രമിക്കുക, അവരെ മുറിയിൽ പൂട്ടിയിടാൻ ശ്രമിക്കുക, ഇത്തരത്തിലുള്ള കാടത്തം, അവരെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് വരെ മന്ത്രി പോയതിൽ ഈ ഇടതുപക്ഷത്തെ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്നാണ് അറിയേണ്ടത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ ഇടതുപക്ഷത്തെ സഖാത്തികൾ എല്ലാവരും കൂടി അങ്ങ് ഇരച്ചിറങ്ങുകയായിരുന്നല്ലോ. അവനെ കൊല്ലണം, അവനെ തിന്നണം, അവനെ രാജിവെപ്പിക്കണം, അവനെ MLA കസേരയിൽ നിന്ന് പുറത്താക്കണം, കൊന്നു കുഴിച്ചു മൂടണം എന്നൊക്കെ വലിയ ചീറി നിൽക്കുകയായിരുന്നല്ലോ ഇടതുപക്ഷത്തെ പെണ്ണുങ്ങൾ. ഇപ്പോൾ സ്വന്തം കൂട്ടത്തിലുള്ള ഒരുത്തൻ കോഴിയാണ്, കാട്ടുകോഴിയാണെന്ന് അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ അയാളുടെ ഭാര്യ തന്നെ പുറത്തേക്ക് പറയുമ്പോൾ ഇടതുപക്ഷത്തെ സ്ത്രീകൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അവർ എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാണോ എന്നാണ് നമുക്കറിയേണ്ടത്. മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോൾ ഈ വാർത്ത നിറയുന്നുണ്ട്. എന്നിട്ടും ഇടതുപക്ഷത്തെ സ്ത്രീകൾ ഇതറിഞ്ഞ ഭാവമില്ല. അതുകൊണ്ട് കൈരളി ഈ വാർത്തയൊന്ന് സംപ്രേഷണം ചെയ്യണം. കാരണം കൈരളിയിൽ വാർത്ത വന്നാലല്ലേ സഖാത്തികൾ അത് വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൈരളി ആ ഒരു വാർത്ത പുറത്തേക്ക് വിടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെയെങ്കിലും സഖാത്തികൾ വാ തുറന്ന് 2 അക്ഷരം ഈ വിഷയത്തിലൊന്ന് പ്രതികരിക്കട്ടെ. മറ്റൊരു കാര്യം പറയാനുള്ളത്, പത്തനാപുരത്ത് നിന്ന് ഒരു ഗ്രൂപ്പുണ്ട്. അതായത് ഈ പറയുന്ന മന്ത്രി ഗണേശനെ വൈറ്റ് വാഷ് അടിക്കുന്ന PR ടീം, ഗണേശൻ തന്നെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഗ്രൂപ്പ്, അവരൊരു വഴിക്കൂടെ ഇതിനെ വൈറ്റ് വാഷ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തെ രാഷ്ട്രീയമായി താറടിച്ച് കാണിക്കാനുള്ള നെറികെട്ട രാഷ്ട്രീയ കളിയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അദ്ദേഹത്തിന്റെ ജനപിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പത്തനാപുരത്ത് വീണ്ടും അദ്ദേഹം മത്സരിക്കാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറും. അദ്ദേഹത്തെ രാഷ്ട്രീയമായി വേട്ടയാടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു തറ രാഷ്ട്രീയം കളിക്കുന്നത് എന്നാണ് ആ കൂട്ടർ വൈറ്റ് വാഷ് അടിക്കുന്നത്. പക്ഷേ വൈറ്റ് വാഷ് അടിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ എത്ര കുമ്മായം അടിച്ചിട്ടും ഒരു കാര്യവുമില്ല. കാരണം കേരളത്തിലെ സകലമാന ജനങ്ങൾക്കും ഗണേഷ് കുമാറിന്റെ തനിക്കോണം എന്താണ് എന്നുള്ളത് അറിയാം. അതിപ്പോൾ വൈറ്റ് വാഷ് അടിച്ചിട്ടും മെനയാകാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് കുടുംബത്തിലുള്ളവർ തന്നെയാണ് ഇയാളുടെ തനിക്കോണം പലതവണ പുറത്തു പറഞ്ഞിട്ടുള്ളത്. സ്വന്തം പിതാവ് തന്നെ തള്ളി പറഞ്ഞതാണ് ഒരു ഘട്ടത്തിൽ. ഇതുകൂടാതെ സഹോദരിക്കും പറയേണ്ടി വന്നു ചിലതൊക്കെ. അതായത് ഗണേഷ് കുമാറിന്റെ വഴിവിട്ട ജീവിതം അത് അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. പല കേസുകളും കാശ് കൊടുത്ത് ഒതുക്കേണ്ടി വന്നു. കുടുംബത്തിന്റെ മാനമായിരുന്നു അച്ഛന് വലുത്. അത് പോകാതിരിക്കാൻ പല സ്ത്രീകൾക്കും കാശ് കൊടുത്ത് ഒതുക്കിയിട്ടുണ്ട്. സോളാർ നായികയ്ക്ക് കാശ് കൊടുത്ത് ഒതുക്കി എന്നൊക്കെ സ്വന്തം സഹോദരി ഉഷ പോലും പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഗജ ഫ്രോഡാണ് ഗണേശൻ എന്നുള്ളതിന് എത്രയോ തെളിവുകളുണ്ട്. അച്ഛനെ മണിയടിച്ച്, അച്ഛനെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ എഴുതി മേടിച്ചു എന്നുള്ളത് സഹോദരി പോലും പറഞ്ഞിട്ടുള്ളതാണ്. ആ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, നടി ശ്രീവിദ്യയെ പറ്റിച്ച് അവരുടെ സ്വത്തും കൈക്കലാക്കി എന്നുള്ള വലിയ ആരോപണം ഗണേശന് നേരെ ഉള്ളതാണ്. അപ്പോൾ ഈ നടി ശ്രീവിദ്യയെ പറ്റിച്ച കാര്യം സ്വന്തം സഹോദരി തന്നെ പച്ചയ്ക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് തന്നെ ഗണേശൻ എന്താണ് എന്നുള്ളതിന്റെ പല തെളിവുകളും മുൻപ് പലതവണ പല രീതിയിൽ ഇവർക്കൊക്കെ തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വൈറ്റ് വാഷ് അടിക്കാൻ നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്തായാലും ഇടതുപക്ഷത്തെ പെണ്ണുങ്ങൾ ഈ വിഷയത്തിൽ 2 വാക്ക് ഒന്ന് മൊഴിയണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.